ഹായ്, ഐ എം ക്രേസി. ആർ യു ക്രേസി? നോ, ഈ പല ഇമോഷൻസും ഉള്ളതുപോലെ തന്നെ ഒരു ഇമോഷനാണ് ക്രേസിനെസ് എന്ന് പറയുന്നത്. ആൻഡ് സം പീപ്പിൾ ആർ വെരി ഗുഡ് ഇൻ എക്സ്പ്രസിങ് ദെയർ ക്രേസിനെസ്. നോ, ഈ ക്രേസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകളെല്ലാം വളരെ നോർമലായിട്ടല്ലേ ചെയ്യുന്നത്. ഇവർ കുറച്ച് ഫൺ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇതിനെ പല രീതിയിൽ എങ്ങനെ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടിയമ്മ പോരെ. ആർ യു നട്ട്സ്? എന്തോന്നല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്? കുറച്ച് വെക്കുക. ദ സൗണ്ട് ഇസ് ഡ്രൈവിംഗ് മീ നട്ട്സ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ ഈ വേർഡ് പറയാം. എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല, ബാക്കി ലക്ഷ്മിയടുത്ത് പറയും. അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകാൻ മേലായിരുന്നോ? ദ നെക്സ്റ്റ് വേർഡ് ഇസ് ബാറ്റി. സാധാരണഗതിയിൽ അമ്മമാരെ വെച്ചിട്ടാണ് ഈ വേർഡ് പറയുന്നത്. ഈ പിള്ളേർ അമ്മമാരെ പ്രാന്തെടുപ്പിക്കുക എന്ന് പറയാറില്ലേ? നമ്മൾ പറയും ഹർ മോം ഇസ് കംപ്ലീറ്റ്ലി ബാറ്റി ബിക്കോസ് ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ദെയർ ടാൻഡ്രംസ് എന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഇത് സൂസമ്മയായിട്ട് തുടങ്ങി വെച്ചതാണ്, അതുകൊണ്ട് അവൾ തന്നെ തീർക്കട്ടെ. ഇത് നൈസായിട്ട് നമുക്കിട്ട് തന്നെ അങ്ങ് പണിതല്ലേ. ഇതുപോലത്തെ 2 യൂസേജസ് കൂടിയുണ്ട്. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ് അല്ലെങ്കിൽ ആർ യു ഇൻ യുവർ റൈറ്റ് മൈൻഡ് എന്ന് ചോദിക്കും. നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ചില പരിപാടികൾ ഒപ്പിക്കുമല്ലോ, നമ്മളൊന്നും ചെയ്യത്തില്ല, പക്ഷെ അവർ അതിലപ്പുറം ക്രേസിനെസ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ചെയ്യുമ്പം അവരോട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ് ഓർ ആർ യു ഇൻ യുവർ റൈറ്റ് മൈൻഡ് എന്ന് ചോദിക്കാം. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാളോട് നമുക്കിത് ചോദിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഒഫെൻസീവ്. ഇറ്റ് ക്യാൻ ബി അല്ല, ഇറ്റ് ഈസ് ഒഫെൻസീവ്. അപ്പോൾ ഇതുപോലത്തെ ഫൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസേജസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ ഇംഗ്ലീഷ് ഹൗസ് ആൻഡ് ദ ലിങ്ക് ഇസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. English House. English at your fingertips.